ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ മുതലിയാർ തെരുവിലെ വീട്ടിൽ നിന്നും 16 പവൻ സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ മോഷ്ടാവെത്തുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. മുതലിയാർ തെരുവിലെ അജിത്തിന്റെ വീട്ടിലേക്ക് ടോർച്ചുമായി കയറുന്നതും സുജിത്തിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. മാത്രമല്ല, അജിത്തിന്റെ വീട്ടിൽ നിന്നും 6 പേരുടെ വിരലടയാളങ്ങൾ ലഭിച്ചു. ഇതിൽ 3 എണ്ണം മോഷ്ടാക്കളുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. DYSP PC ഹരിദാസ്, ഇൻസ്പെക്ടർ JR രഞ്ജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ശനിയാഴ്ചയും പരിശോധന നടത്തി. മോഷണ ശ്രമം നടന്ന സമീപത്തെ സുജിത്തിന്റെ വീട്ടിൽ മോഷ്ടാവ് മുളകുപൊടി ഗ്ലാസിൽ കലക്കി വെച്ച് സുജിത്തിന്റെ സഹോദരൻ അജിത്ത് ഉറങ്ങിയിരുന്ന മുറിയുടെ വാതിൽ പുറത്തുനിന്നും ബെൽറ്റ് ഉപയോഗിച്ച് തുറക്കാനാവാത്ത വിധം അടച്ചിരുന്നു. ഇതെല്ലാം പ്രൊഫഷണൽ മോഷ്ടാവിന്റേതാണെന്നാണ് നിഗമനം. 2 വീടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ആളാണെന്ന് പോലീസ് പറയുന്നു. കോട്ടും മങ്കി ക്യാപ്പും ധരിച്ചാണ് മോഷ്ടാവെന്നും അടുക്കളവാതിലിലൂടെ രക്ഷപ്പെടുമ്പോൾ പുറകുവശമാണ് കണ്ടതെന്നും സുജിത്ത് പറഞ്ഞു. സുജിത്തിന്റെ വീട്ടിൽ അടുക്കളവാതിലിലൂടെ കടന്ന് വീടിന്റെ മധ്യഭാഗത്തെത്തിയിരുന്നു. ഈ സമയത്താണ് സുജിത്ത് മോഷ്ടാവിനെ കണ്ടത്. സുജിത്തിന്റെ കൈ തട്ടിമാറ്റിയാണ് അടുക്കളവാതിലിലൂടെ മോഷ്ടാവ് രക്ഷപ്പെട്ടതെന്നും പറയുന്നു. സൈഡിൽ കിടന്ന റൂമിൽ ആ ചെക്കന്മാർ ബെൽറ്റ് കെട്ടണത് 2 ബെൽറ്റും കൂടി കൂട്ടി മുറുക്കി കെട്ടി, ഒന്ന് ഡോറിലും കെട്ടി, ഒന്ന് തുന്നൽ മെഷീനിലും കെട്ടി വെച്ചു, അവൻ പുറത്ത് വരാതിരിക്കാൻ. എന്നിട്ട് മുളക് പൊടി ഗ്ലാസ്സിലിട്ട് വെച്ചിരിക്കുകയാണ്, അഥവാ ആരെങ്കിലും വന്നാൽ യൂസ് ചെയ്യാൻ. പക്ഷെ ഈ മുളക് പൊടി ഇരിക്കുന്ന സ്ഥലത്തുനിന്നും ഇവൻ ഇങ്ങോട്ട് വന്നിട്ടാണ് ഈ പയ്യൻ കണ്ടത്. അവൻ ആ അലമാറയും വെച്ച് അലമാറ എടുത്ത് നിൽക്കുകയാണ്. ആ വീട് എനിക്ക് നന്നായിട്ട് അറിയുന്ന വീടല്ലേ. അലമാറ അടുത്താണ് ഇവൻ നിൽക്കണത്. ഇവൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ പിടിക്കാൻ പോയപ്പോൾ അവൻ എന്നെ തള്ളിയിട്ടിട്ട് ഓടിയെന്ന്. പിന്നെ ഇവിടെ സംഗതി ഒരുപാട് എല്ലാം അരിച്ച് പെറുക്കി കൊണ്ടുപോയിട്ടുണ്ട്. പഞ്ച് ഹൗസിൽ അജിത്തിന്റെ അമ്മ മല്ലിക, മകന്റെ ഭാര്യ റോഷ്നി, മകൾ മേഘ്ന എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അജിത്തിന്റെ വീട്ടിലെ കവർച്ച. മുൻവശത്തെ വാതിലിന്റെ കുറ്റി നീക്കി അകത്ത് കടന്ന മോഷ്ടാവ് അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ, റോഷ്നിയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപ, മേശപ്പുറത്ത് വെച്ചിരുന്ന മല്ലികയുടെ പേഴ്സിൽ നിന്നും 3000 രൂപ എന്നിവയാണ് കവർന്നത്. നമ്മൾ സുമാർ ഒരു 16 ആണ് ഞങ്ങളുടെ കണക്കിൽ, അതിന്റെ മേലെ ഉണ്ടെന്നാണ് എൻ്റെ ഇത്. ഞങ്ങൾ പൊട്ടുപൊടികളൊന്നും തൂക്കിയിട്ടില്ല. പിന്നെ ക്യാഷ് ഒരു 10,000-ന്റെ മേലെ പോയി. പിന്നെ വെള്ളി കുറച്ച് അവിടെ പാദസരങ്ങളും കുട്ടികളുടെ ഒക്കെ കൂടിയിട്ട് അത് കുറച്ച് പോയി. 2 അലമാര ലോക്ക് ഇതാക്കിയിട്ടുണ്ട്. ഒരലമാര അവര് സാരിന്റെ ഇടയിൽ നിന്ന് ചാവി എടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ചുവരുകളുടെ വ്യത്യാസം പോലുമില്ലാത്ത വീടുകളുള്ള തെരുവിൽ നിന്നും കവർച്ച നടത്തണമെങ്കിൽ വ്യക്തമായ ആസൂത്രണം നടന്നിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. ചിത്തുര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.